എന്താണ്? കുഞ്ഞീദ് മദനി അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഫൈസൽ മുസ്ലിയാർ വായിക്കുന്നുണ്ട്. എന്നിട്ട് പറയാൻ, കുഞ്ഞീദ് മദനി പറഞ്ഞതനുസരിച്ചും ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാന്ന് പറയാൻ പറ്റൂല. എന്താ കുഞ്ഞീദ് മദനി പറയുന്നത്? പ്രാർത്ഥനയും പ്രാർത്ഥന എന്ന ജീവൻ ഉൾക്കൊള്ളുന്ന മറ്റ് കർമ്മങ്ങളുമാണ് ആരാധന എന്ന് പറഞ്ഞുവല്ലോ. തദടിസ്ഥാനത്തിൽ പറയുമ്പോൾ പടച്ചവനെ രക്ഷിക്കണേ എന്നത് ഒരു പ്രാർത്ഥനയായതുകൊണ്ട് അതൊരാരാധനയാണ്. നമസ്കാരം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മമായതുകൊണ്ട് അതും ഒരാരാധനയാണ്. എന്നാൽ എന്താണ് പ്രാർത്ഥന? അബോധികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന എന്നും പറയാം. ഇതില് ജിന്നുകളോടുള്ള സഹായാർത്ഥന ഈ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിൽ പെടുമോ ഇല്ലേ? ഇനിയും നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് സഹായമർത്ഥിക്കുന്നവന്റെ വിശ്വാസവും അർത്ഥിക്കപ്പെടുന്നവരുടെ വ്യത്യാസവും അനുസരിച്ച് ഒരേ സഹായാപേക്ഷ ഭൗതികമായ മാർഗത്തിലുള്ള സഹായാർത്ഥനയാകാം, അള്ളാഹുവിനുള്ള ഇബാദത്താകാം, പടപ്പുകൾക്കുള്ള ഇബാദത്തുമാകാം. എന്നിട്ട് തോണി തുഴയുന്നു. നടുപ്പുഴയിലെത്തിയപ്പോൾ തോണി മറിഞ്ഞു. മൂവരും വെള്ളത്തിൽ വീണ് മരണവുമായി മല്ലടിക്കുന്നു. തദവസരത്തിൽ ഒന്നാമൻ മുജീബെ രക്ഷിക്കണേ എന്നും, രണ്ടാമൻ പടച്ചവനെ രക്ഷിക്കണേ എന്നും, മൂന്നാമൻ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നും ഇസ്തിഗാസ നടത്തുന്നു. അന്ന് ഈ ജിന്ന് പ്രശ്നമില്ലാത്തത് കൊണ്ട് കുഞ്ഞീദ് മദനി ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ടീമിനെ ഉൾപ്പെടുത്തിയില്ല. നമ്മൾ തൽക്കാലം തോണിയിൽ മുജീബ് അടക്കം 5 ആളെ കയറ്റുക. 5-ാമനായി ഫൈസൽ മുസ്ലിയാരും ഉണ്ടതിൽ എന്ന് വിചാരിക്കുക. ഈ 5-ാമൻ വിളിക്കുകയാണ്. 3-ാമൻ എന്താ പറയുന്നത്? ബദരീങ്ങളെ രക്ഷിക്കണേ എന്നും, 4-ാമനായ ഫൈസൽ മുസ്ലിയാർ ജിന്നെ രക്ഷിക്കണേ എന്നും ഇസ്തിഗാസ നടത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടെ 1-ാമത്തെ ഇസ്തിഗാസ മുജീബ് കഴുക്കോൽ നീട്ടിത്തന്നോ, വെള്ളത്തിലെടുത്ത് ചാടി കൈപിടിച്ചോ, ഭൗതികമായ മാർഗത്തിൽ തന്നെ രക്ഷിക്കാനുള്ളതാണ്. ഫൈസൽ മുസ്ലിയാർ വിളിച്ച ജിന്നെ രക്ഷിക്കണേ എന്നത് ഇതിൽ പെട്ടതാണോ? ജിന്നിങ്ങനെ വന്നിട്ട് കൈക്കോല് നീട്ടിക്കൊടുത്ത്, തോണി തുഴയുന്ന ജിന്ന് കൈക്കോല് നീട്ടിക്കൊടുത്ത് രക്ഷിക്കുമെന്ന വിശ്വാസമാണോ ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴുള്ളത്? അവിടെ ജിന്ന് കഴുക്കോലായിട്ടില്ല എന്ന് ഫൈസൽ മുസ്ലിയാർക്കറിയാം. ഇനി അടുത്ത നോക്കിയാൽ നമ്മള് ഇവിടെ 1-ാമത്തെ ഇസ്തിഗാസ മുജീബ് കഴുക്കോൽ നീട്ടിത്തന്നോ, വെള്ളത്തിലെടുത്ത് ചാടി കൈപിടിച്ചോ, ഭൗതിക മാർഗത്തിൽ തന്നെ രക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥനയല്ല. 2-ാമത്തെ ഇസ്തിഗാസ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അവനുള്ള ഇബാദത്തുമാണ്. എന്നാൽ മുജീബിനെ പോലെ ബദരീങ്ങൾ ഓടി വന്ന് വെള്ളത്തിലെടുത്ത് ചാടി തന്നെ രക്ഷിക്കുമെന്ന് 3-ാമൻ ഒരിക്കലും ഉദ്ദേശിക്കുകയില്ലല്ലോ. ഇന്നെ രക്ഷിക്കണേ വിളിക്കുന്നവനോ ജിന്നിങ്ങനെ ഓടി വന്ന് വെള്ളത്തിൽ തുള്ളി തന്നെ രക്ഷിക്കും എന്നാണോ വിചാരിക്കുന്നത്? അതാണോ വിശ്വാസം? അങ്ങനെ വിളിച്ചു തേടി രക്ഷിക്കാൻ ജിന്നിനെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പറയേണ്ടതല്ലേ? കുഞ്ഞീദ് മദനിയുടെ പുസ്തകം എടുത്തു ധരിച്ച് ഈ പിഴച്ചവാദത്തിന് പിൻബലമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നത് നോക്കൂ. കാരണം അവർക്കപ്പോൾ തന്റെ അപേക്ഷ കേൾക്കാൻ ഭൗതികമായ കാതുകളില്ല, തന്റെ സ്ഥിതി കാണാൻ കണ്ണുകളില്ല, ഓടിയെടുക്കാൻ കാലുകളില്ല, പിടിച്ചു രക്ഷിക്കാൻ കൈകളില്ല. അപ്പോൾ ഭൗതികമായ ഈ ഉപാധികളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ അവർക്ക് കേൾക്കാനും കാണാനും രക്ഷിക്കാനും കഴിയുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്തിഗാസയിലൂടെ അള്ളാഹുവിന്റെ കഴിവിലും അവകാശത്തിലും ഗുണങ്ങളിലും അവൻ ബദരീങ്ങളെ പങ്കുചേർക്കുന്നു. അതുവഴി അവൻ തൗഹീദിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു.